അടുത്തതായി കോതമംഗലം സുവർണരേഖയുടെ അമരക്കാരനായിട്ടുള്ള ബാബു ഇരുമല മാഷിനെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു 2 പതിറ്റാണ്ട് മുമ്പാണ് ജിതേഷ് മാഷിനെ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് കോടനാട് തുടങ്ങിയ നമ്മുടെ സജി കോടനാട് ഇവിടെ ഉണ്ട്, മണിമാഷൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ അണ്ണൻ വടേരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു 2 പതിറ്റാണ്ട് മുമ്പ്. ഇപ്പോൾ കോടനാട് നടന്ന യോഗങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഓൺലൈനിൽ ഒത്തിരി സംഘടനകളുണ്ട്. അന്ന് കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു രീതിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോതമംഗലത്ത് സുവർണരേഖ എന്ന് പറഞ്ഞ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ നമ്മൾ പെരുമ്പാവൂരുള്ള സ്മാരക സാഹിത്യവേദിയിൽ വരും, മൂവാറ്റുപുഴ പോവും, കാലടിയിലെ ബുദ്ധസംഗമത്തിൽ പോവും, അതുപോലെ തൊടുപുഴയുള്ള 2-3 സാഹിത്യ പ്രസ്ഥാനങ്ങളുണ്ട്, ഇവിടെയെല്ലാം പോകും. അപ്പോൾ നമ്മൾ 1, 2, 3 കാറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വാസം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാഹിത്യകാരന്മാരുടെ ഒരു സഞ്ചാര പദമായിരുന്നു. ഇന്നത് ഏകദേശം നിലച്ചുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണ് കോടനാട് SNDP സ്കൂളിലെ അധ്യാപകൻ കൂടിയായിരുന്ന ജിതേഷ് മാഷിനെ പരിചയപ്പെടുന്നത്. ആ പ്രസ്ഥാനം ഇന്നിപ്പോൾ ഇല്ല, കോടനാട് ആ പ്രസ്ഥാനം ഇല്ല. പക്ഷേ എന്നാൽ കൂടി അവിടെ ഒരു 4-5 വേദികളിലെങ്കിലും MAHSS കോടനാട് ഉൾപ്പെടെ ജിതേഷ് മാഷിൻ്റെ സ്കൂളിൽ ഉൾപ്പെടെ ലൈബ്രറി ഹാള് അങ്ങനെ പല സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ സുവർണരേഖയുടെ ഒരു വർഷത്തെ പുരസ്കാരം, കവിതാ പുരസ്കാരം അന്ന് തന്നെ ജിതേഷ് മാഷിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ജിതേഷ് എഡിറ്റ് ചെയ്ത ഒരു പുസ്തകത്തിൽ, ഞാൻ കവിത എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ കവിത ഇപ്പോൾ എഴുതുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഥ മാത്രമേ ഇനി എഴുതുള്ളൂ എന്ന് ഒന്ന് ശപഥം ചെയ്തുകൊണ്ട് ഒരു വർഷം കൊണ്ട് ആകെ 3 കഥയാണ് എഴുതാൻ പറ്റിയത്. 3 കഥകളും പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ്, വലിയ കഥകളാണ്. അപ്പോൾ ഒരു കഥയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് 1 മാസം 2 മാസമൊക്കെ മിനിമം എടുക്കുന്നുണ്ട്. അപ്പോൾ ജിതേഷ് മാഷ് ഏകദേശം രാവണി മാഷ് ഉൾപ്പെടെയുള്ളവരുടെ കവിതകളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകത്തിൽ എൻ്റെ ഒരു 19ഓളം പേരെഴുതിയ സമാഹാരമാണ്. അതിൽ കൂത്താട്ടുകുളത്ത് നിന്ന് വടക്കോട്ടുള്ള വണ്ടികൾ, അതുപോലെ തന്നെ 3 പാട്ടകല് റാണിക്കല്ല് എന്നിങ്ങനെ ഒരു 2 കവിതകൾ എൻ്റെ മാഷ് ഉൾപ്പെടുത്തിയിരുന്നു. അതിപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ആണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നാഷണൽ ബുക്ക് സ്റ്റാൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ കോട്ടയം CMS കോളേജിൽ കൂടി പഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് അന്നത്തെ പ്രതാപം, പഴയൊരു പ്രതാപമില്ലെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ശ്രീ ജയകുമാർ ചെങ്ങമനാട് ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ SPCS പ്രസാദനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇന്നിവിടെ ഇപ്പോൾ പ്രകാശനം നടത്തിയിരിക്കുന്നത്, പെയ്തു നിറയുമ്പോൾ എന്ന ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്. SPCS അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ ജിതേഷിൻ്റെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കവിതയായിട്ട് തോന്നിയത് വേലത്തിച്ചുഴി എന്ന് പറയുന്ന കവിതയാണ്. ഈ കാരമിട്ട് പുഴുങ്ങി നിർത്തിയ എന്ന് തുടങ്ങുന്ന ആ കവിത വളരെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന വളരെ നല്ലൊരു കവിതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൊസ്റ്റാൾജിയെ ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കൂടി ആയിരിക്കണം അത്. അതുപോലെ തന്നെ വിനീത ഇവിടെ ഉണ്ട്. വിനീത പാടിയ ഒരു കവിത, ഞാനത് ആ 4 ലൈൻ മാത്രമേ ഉള്ളൂ. മടക്കം എന്ന് പറഞ്ഞ കവിത. നിന്നിൽ നിന്ന് നടക്കുമ്പോഴൊക്കെ എന്നിൽ നിന്ന് നടക്കുന്ന പോലെ നിന്ന് വട്ടം തിരിയുകയല്ലാതെ നിന്നിൽ നിന്ന് ഇനി അങ്ങോട്ട് പോകാൻ. ജിതേഷ് മാഷിനും അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ കവിതകൾ രചിക്കുവാനാകട്ടെ, കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ. എല്ലാവരും പുസ്തകം വാങ്ങണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
നന്ദി ബാബുമാഷ്. കോതമംഗലം KL44 സഹകവേദിയുടെ ചെയർമാനായിട്ടുള്ള അഷ്റഫ് ബാബയെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരും, ജിതേഷ് വേങ്ങൂരിൻ്റെ പെയ്ത് നിറയുമ്പോൾ എന്ന കവിത ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജിതേഷ് വേങ്ങൂർ കവിതയുമായി അനേക വർഷങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെങ്കിലും ജിതേഷിന് എനിക്ക് പരിചയമുള്ളത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ മാത്രമാണ്. അതിനുശേഷം ചില സഹവാസ ക്യാമ്പുകളിലും കവിയരങ്ങളിലുമെല്ലാമായി ജിതേഷിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് ഒരുപാട് കവികളും കവിതകളും നമ്മൾക്ക് ദിവസവും നമ്മളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ജിതേഷിൻ്റെ കവിതകൾക്ക് വളരെ ഒരു പ്രത്യേകത തോന്നുകയും അതിൽ സത്യസന്ധമായി ആകർഷകനായ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതിൽ ആകർഷകമായി മറ്റൊന്നുമല്ല, അതെല്ലാം അതിൻ്റെ താളത്തിലും ആ ജിതേഷ് അവതരിപ്പിക്കുന്ന പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഭക്തിയുമെല്ലാം അടങ്ങുന്ന ആ കവിതകളുടെ ലാളിത്യം കൊണ്ട് തന്നെയാണ്. ഇവിടെ സാധിപ്പോൾ സാർ പറയുകയുണ്ടായി കവികൾക്ക് ഒരു പക്ഷം വേണമെന്നുള്ളത്. തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കവികൾ ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മൾ ഭരണപക്ഷത്ത് നിൽക്കുമോ പ്രതിപക്ഷത്ത് നിൽക്കുമോ എന്നുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കവികൾ ഇടതുപക്ഷക്കാരായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിസമാണെന്നോ അല്ലെങ്കിൽ CPM പോലത്തെ ഇടതുപക്ഷ പാർട്ടികളാണെന്നോ അതും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മളുടെ മുമ്പിലുള്ള നമ്മുടെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുവാൻ, നമ്മളുടെ അനീതിക്കും അക്രമത്തിനുമെതിരെ ചോദ്യം ചെയ്യുവാനും അതിനെതിരെ നമ്മളുടെ പേന ധൈര്യമായി ചലിക്കുവാനും കഴിയണം എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ജിതേഷിൻ്റെ കവിതകളിൽ ഇനിയുള്ള എഴുത്തിൽ ഈ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ ഒരു സാമൂഹ്യ നിർമ്മിതിയുടെ പങ്കാളിയാകുവാനും കൂടി മുന്നോട്ട് വരണമെന്ന് കൂടി ഞാൻ ജിതേഷിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാരണം നല്ല കവിതകളാണ്, നന്നായി പാടുവാൻ കഴിയുന്ന കവിതകളാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ കഴിഞ്ഞ കാലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ ഇന്നത്തെ ഈ രീതിയിലേക്ക് മാറ്റി മറിച്ചത്? നമ്മുടെ പഴയ കവികളാണ്, നമ്മുടെ പഴയ കഥാപ്രസംഗക്കാരാണ്, അവർ തെരുവിൽ നടത്തിയ നാടകങ്ങളാണ്. ഇന്നതെല്ലാം അപ്രത്യക്ഷമായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പാറ്റ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ നമ്മുടെ മക്കൾ ഡൽഹിയിൽ ഇന്ന് ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു വിഭാഗം രാഷ്ട്രീയം എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അത് അരാഷ്ട്രീയമല്ല, അത് ഇടതുപക്ഷ ചിന്തയാണ്. ഇവിടുത്തെ ഭരണപക്ഷത്തോട് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതിയെ അവർ ചോദ്യം ചെയ്യുകയാണ്, അവർ ഡിമാൻഡ് ചെയ്യുകയാണ്. നാളത്തെ ഇവിടെ വരാൻ പോകുന്ന പുതുതലമുറയ്ക്ക് ഒരു നല്ല ഭാവി വേണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടവരില്ല, അവരാണ് ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാറ്റി നിർത്തിയാൽ, അരാഷ്ട്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിയാൽ നമ്മൾക്കൊരിക്കലും ഇവിടെ ഒരു മാറ്റം ലഭിക്കില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവരെ ചേർത്ത് നിർത്തേണ്ടത് ഇവിടുത്തെ എല്ലാ എഴുത്തുകാരുടെയും ബാധ്യതയാണ്. കാരണം എഴുത്തുകാരുടെ പക്ഷം ഇടതുപക്ഷമാണ്, അവർ പറയുന്നത് ഇടതുപക്ഷമാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു വന്നത് ചാക്കോ മാഷിൻ്റെ കവിതയും അതുപോലെ തന്നെ നമ്മുടെ അടാട്ട് മാഷ് പറഞ്ഞതുമെല്ലാം അത് സാരം ഇത് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ വ്യവസ്ഥിതിക്കെതിരെ പൊരുതേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാവർക്കും നിലനിൽക്കാൻ കഴിയട്ടെ, എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി അഷ്റഫ് മാഷെ. ആശംസയ്ക്കായി ബുദ്ധസംഗമം കാലടിയിലെ കാലടി S മുരളീധരൻ മാഷിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, അടുത്ത കാലത്തെങ്കിലും ഇത്ര സ്നേഹം നിറഞ്ഞ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് കണ്ടിട്ടില്ല. എല്ലാവരും തന്നെ ഒരുപാട്
മുഖങ്ങൾ ജിതേഷ് മാഷ വേണമെങ്കിൽ നമുക്കൊരു സ്നേഹഗായകൻ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ സ്നേഹം പകർന്നുകൊണ്ട് കാലടിയിലെ പൊതുസംഗമത്തിൽ മാഷ എത്രയോ പ്രാവശ്യങ്ങളാണ് വന്നിട്ടുള്ളതും കവിതകൾ അവതരിപ്പിച്ചിട്ടുള്ളതും എനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും നേരത്തെ ബാബു സാറ് പറഞ്ഞ പോലെ ഒരു സഞ്ചാരമായിരുന്നു. ഒരു ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് സാംസ്കാരിക കൂട്ടായ്മകളിലേക്ക് ഒരു വലിയൊരു സഞ്ചാരം ഇവിടെ ഒരു കാലത്തുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറേ പേര് ഒത്തൊരുമിക്കാനുള്ളൊരു ഇടമുണ്ടായത്. ജിതേഷ് മാസ്റ്റർ കവിത യാതൊരു സംശയമില്ല നിസ്വരുടെയാണ്. ശരിക്കും അതിനകത്ത് പല കവിതകളും ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിനെ കുറിച്ചും കോളാമ്പിയെക്കുറിച്ചും ഒക്കെയാണ് ജിതേഷ് മാഷ് കവിത എഴുതുന്നത്. ബ്ലേഡിനെ കുറിച്ച് കവിത എഴുതിയിരിക്കുന്നു, തീപ്പൊട്ടനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഗുരുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതിന് വ്യത്യസ്തമായ വിഷയങ്ങൾ മാഷ് ഇതിനകത്ത് കണ്ടെത്തുകയാണ്. അതെല്ലാം തന്നെ സമൂഹത്തിൽ നിന്ന് മാഷ് തിരഞ്ഞെടുത്ത കവിതകളാണ്, കഷ്ണങ്ങളാണ്. ഓരോ ഒക്കത്തിനും എന്താ പറയുക, നേരത്തെ പണ്ട് പറഞ്ഞ പോലെ ചങ്ങമ്പുഴ പറഞ്ഞ പോലെ അതിൻ്റെ വക്കിൽ കീറിയെടുത്ത കടലാസിൻ്റെ വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഇത് വളരെ ഹൃദ്യമായ ഒരു, നേരത്തെ രാവണി മാഷ് പറഞ്ഞ പോലെ ഇത്രയും ഹൃദ്യമായ രീതിയിൽ രാവണി മാഷ് ആ കവിത ചൊല്ലി വളരെ പ്രത്യേകമായ നല്ലൊരു ഈണത്തിൽ രാവണി മാഷ് ഇത്ര ഈണത്തിൽ കവിത ചൊല്ലി കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ മുതൽ കവിതകൾ മാഷ് ചൊല്ലാറുണ്ടെങ്കിൽ തന്നെയും ജിതേഷ് മാഷിൻ്റെ കവിത രാവണി മാഷിലൂടെ കടന്നു വന്നപ്പോൾ അതിന് പ്രത്യേകമായൊരു ഭംഗിയുണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ജിതേഷ് മാഷ് ഇനിയും നേരത്തെ പറഞ്ഞ പോലെ സാജിപ്പോൾ സാർ പറഞ്ഞ പോലെ ഉറക്കമില്ലാത്തവനായിട്ട് അതിലേതിനത്തിലൊക്കെ പെടുമെന്ന് എനിക്കറിയില്ല. കവി കാമുകൻ ഭ്രാന്തതിനകത്തൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെയാണെങ്കിൽ അറിയില്ല. ഉറക്കമില്ലാത്തവനായിട്ട് നല്ല നല്ല കവിതകൾ നമുക്ക് ധാരാളമായി തരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മൃഗസ്നേഹിയും മനുഷ്യസ്നേഹിയും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇനിയും ഒരുപാട് കാലം, ഇതിപ്പോൾ മാസ്റ്റർ കവിത SPCS-ലൂടെയാണ് പുറത്തു വരുന്നത്. ഒരു കാലത്ത് എല്ലാവരും തന്നെ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരും ആഗ്രഹിച്ചിരുന്നത് നാഷണൽ സ്റ്റാളിലൂടെ എൻ്റെ കവിത ഒന്ന് പ്രസിദ്ധീകരിച്ച് വരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു. പിന്നീട് കാലത്തിൻ്റെ രീതിയിൽ ഒരുപാട് വലിയ കച്ചവടക്കാർ വന്നതോടുകൂടി എഴുത്തിനെ നിലനിർത്തുന്ന ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് ഇപ്പോൾ നാഷണൽ ബുക്ക് സ്റ്റാൾ. നമുക്കറിയാം നല്ല പുസ്തകങ്ങൾ ഒരുപാട് NBS-ലൂടെ പുറത്തിറങ്ങുന്നു. രാവണി മാഷ അടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ജയകുമാർ ചങ്ങമാൻ അടക്കമുള്ള നല്ല നേതൃത്വം ഒത്തിരി പ്രവർത്തനങ്ങൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നുണ്ടെന്നുള്ളതും വലിയ സന്തോഷകര കാര്യമാണ്. ഈ പുസ്തകം ധാരാളം പേര് വായിക്കട്ടെ, ധാരാളമായി വിൽക്കപ്പെടട്ടെ. എഴുത്തുകാരനും നാഷണൽ ബുക്ക് സ്റ്റാളിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.